അപ്പോൾ ഹലോ ഗൈസ്, വെൽക്കം ടു ന്യൂ വീഡിയോ ഫാറക്സ് എഡീഷൻ. അപ്പോൾ ഞാൻ ഇന്ന് എൻ്റെ മീനുകളൊക്കെ ഒന്ന് ഫുള്ള് കാണിച്ചു തരാണ്. ഞാൻ പുതിയ വീട്ടിലാണ്. അപ്പോൾ എൻ്റെ പുതിയ വീട്ടിലത്തെ ഇതൊക്കെ ഞാൻ കാണിച്ചു തരാം. ഞാൻ മുടി വെട്ടി ആകെ അലമ്പായി. എന്നും അടിച്ചത് എപ്പോഴും ഇത്ര മുടിയാക്കി. ഞാൻ ഫസ്റ്റ് ആയിട്ട് അടിച്ചത്, അപ്പോൾ ഇത്ര ആയിക്കല്ലോ. അപ്പോൾ എന്തായാലും ഞാൻ ഇപ്പം എൻ്റെ കയ്യിൽ മീനുകളെ കാണിച്ചു തരാം. നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഇവിടെ ഒരു ജോഡി സാരിവാലുണ്ട്. പിന്നെ ഇവിടെ ഞാൻ ഒരു സ്ഥലം വെച്ചിട്ടുണ്ട്. കാരണം ഇവിടെയാണ് നമ്മുടെ ഗോസ്റ്റ് ഷിമ്പ് കണ്ടതാ. ഇവരുടെ വീടാണ് ഈ പ്ലെയിനായ സ്ഥലം. പിന്നെ നമ്മുടെ സാരിവാലിന് കുറച്ച് കുട്ടികളൊക്കെ ഉണ്ടായിട്ടുണ്ട്, അതൊക്കെ ഉണ്ട്. ചെറിയൊരു സെറ്റപ്പാണ് ഞാൻ അവിടെ വെച്ച്. ഒരു മറ്റേ എയർ കൊടുക്കുന്നതും പിന്നെ ഒരു ലൈറ്റും മാത്രം. അതും ടെമു സെറ്റപ്പ് പോലെയാണ് വെച്ച് കൊടുത്ത്. ഒരു ഇട്ടേ ഓക്കെ ഗൈസ്, നീണ്ട പോരാട്ടത്തിന് ശേഷം പിന്നെയും ഫിറ്റ് ചെയ്തു. പിന്നെ നമ്മുടെ കയ്യിൽ ചെറിയൊരു എന്താ പറയുക, ട്രോപ്പിക്കൽ ഫിഷിൻ്റെ ഒരു ചെറിയൊരു ഇതുണ്ട്. ഇവിടെ നമ്മളെ വാമ്പയർ ഉണ്ട്, നമ്മുടെ കാർപ്പുണ്ട്, നമ്മുടെ നട്ടറുണ്ട്. ഞാൻ തോട്ടുനിന്ന് പിടിച്ചത് ഈ രണ്ടെന്തിനാണ് നട്ടറുണ്ട്. പിന്നെ ഇത് ഏതാ മീൻ എനിക്ക് അറിഞ്ഞൂടാ. നിങ്ങൾ നട്ടറിൻ്റെ ഒപ്പം കിട്ടിയതാ കെണിയില്ലതാ. ഇതാ പോകുന്നത്. എൻ്റെ വാലൊക്കെ ഒരു കുത്തുണ്ട്. പരലല്ല, പരലിനൊരു വര ഉണ്ടാവില്ലോ അതിൻ്റെ വള്ളയിൽ കൂടി. ഇതിനതില്ല. പിന്നെ ഇത് നമ്മൾ ടാഗ് സെറ്റപ്പ് ഇങ്ങനെയാണ്. ഒരു ബൗളുണ്ട്, പൊട്ടിപ്പോയ ബൗളാണ്. നമ്മൾ ആദ്യം സാരിവാൾ ഇട്ടതാണ്. ലൈറ്റ്, ഒരു RS ഇലക്ട്രിക്കൽ ഫിൽറ്റർ അതുകൊണ്ട്. പിന്നെ നമ്മുടെ മെയിൻ എലിഗേറ്റർ കാർ നടക്കുന്നുണ്ട് ഗൈസ്. ഈ എലിഗേറ്റർ കാർ എന്താ കുരുവൊക്കെ വരുന്നുണ്ട് ഗൈസ്. ഇതിൻ്റെ ഒരു കാരണം നിങ്ങളൊന്ന് പറഞ്ഞു തരണം. ഇത് പിന്നെ സിമ്പിളായിട്ട് ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഫിൽറ്റർ, പിന്നെ ചാടിപ്പോകാണ്ടിരിക്കാൻ വേണ്ടി ഒരു ഇത്. ഈ ടാങ്കിനകത്ത് പ്രത്യേകിച്ച് ഒന്നുമില്ല, പൊട്ടാണ്. ഞാനിത് ഒട്ടിക്കാൻ വേണ്ടി എന്തൊക്കെയാണ് പശ തേച്ച് വെച്ചിരിക്കുക. അതൊക്കെ കയ്യിലൊട്ടിയാൽ പിന്നെ പോയില്ല, പൊള്ളിപ്പോയി അങ്ങനെ. പിന്നെ ഇത് ഗൈസ്, ഇവിടെ നമ്മുടെ മിക്സഡ് ഗപ്പീസാണ്, ഫുൾ മിക്സഡ് ഗപ്പീസ്. പിന്നെ ഒരു മോളിയുണ്ട്, ആ ബ്രീഡായിട്ടുണ്ട്. അതിൻ്റെ അകത്ത് എവിടെയും ഉണ്ട്. ഇതാണ് കുറേ ഗപ്പികളൊക്കെ ഉണ്ട് ഇതിനകത്ത്. പിന്നെ നമ്മൾ ചെരുപ്പ് എടുത്ത് പോകാതായിരിക്കും നല്ലത്, അല്ലെങ്കിൽ കാലുമല്ല അതിഥികൾ എടുത്തുകൊണ്ട് പോകും. ഇതിൻ്റെ അകത്ത് ഞാൻ കാണിച്ചു തരുന്നുണ്ട്. അതൊക്കെ മുമ്പേ നമ്മുടെ സാരിവാലിലെ കുട്ടികളെ കാണിച്ചു തരാം. ഗപ്പി കുറേ എണ്ണം ഉണ്ട്, കാണുന്നുണ്ടോ എനിക്കത് അറിയാതെ. അങ്കപ്പക്കം എങ്കയോ ഉണ്ട്, അവിടെ ഉണ്ട്. പോയി അത്രയേ ഉള്ളൂ. ഒരു 20-26 ഉണ്ട്. ഇപ്പം ഇതിൻ്റെ അകത്ത് ഞാൻ ചെറിയ മൊയിന കൾച്ചർ ചെയ്യുന്നുണ്ട്. ഇത്തിരി കൂടി വരുന്നേ ഉള്ളൂ. ഇനിയാണ് നമ്മുടെ മെയിൻ. ഇതിൻ്റെ അകത്ത് രണ്ടെണ്ണത്തിന് ഞാൻ പിടിച്ചതാണ്. ചേട്ടോ, ഈ PVC പൈപ്പ് ഇട്ട് എൻ്റെ കുറ്റായിപ്പോയി. ഇതാദ്യം നമ്മുടെ RTC, നമ്മുടെ റെഡ് ടെയിൽ ക്യാറ്റ്ഫിഷിന് വെച്ച് കൊടുത്തൊരു സുണാപ്പി ആയിരുന്നു ഗൈസ്. ഇത് റെഡ് ടെയിൽ ചത്തതിന് ശേഷം ഞാനിപ്പോൾ ഇത് ഈ വാളയ്ക്കും പൊട്ടുവാളയ്ക്കുമാണ് കൊടുക്കുന്നത്. പൊട്ടുവാള ഒരു ദിയാൻ പറഞ്ഞ ചങ്ങായി എന്നതാണ്. ഇപ്പോൾ ആ ചങ്ങായി കാണുന്നുണ്ടെങ്കിൽ കൊടാവില്ലേ, അത്രയേ ഉള്ളൂ പറയാൻ. ഇത് പൊട്ടുവാള നല്ല സൈസൊക്കെ വയ്ക്കുന്ന മീനാണ്. പിന്നെ വാളയും അതേപോലെ നല്ല സൈസ് വയ്ക്കുന്ന മീൻ. ഇത് രണ്ടേ ഉള്ളൂ. അത് കുറേ ഇതൊക്കെ ഉണ്ടായിരുന്നു, പരലൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇത് രണ്ടേ ഉള്ളൂ. ഇത് കുറേ ആൾക്കാർ പറയാൻ ഷാർക്കാന്ന്. പക്ഷേ ഇത് വാളയാണ്. അത്ര എനിക്ക് പറയാനുള്ളൂ. അവിടെ എൻ്റെ മൂക്ക് കണ്ടോ, എൻ്റെ മൂക്കിൻ്റെ അവിടെ 2 സാധനം കണ്ടോ? അത് നോക്കിയിട്ടാണ് നമ്മൾ വാളയാണോ ഷാർക്കാണോ എന്ന് തിരിച്ചറിയാം. ഈ രണ്ടെണ്ണത്തിന് ഞാൻ പിടിച്ചത് ഈ ഒരു സാധനം കൊണ്ടാണ്. ഇതെൻ്റെ അനിയനല്ല, ഇവിടെ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടാക്കി തന്നാണ്. ഓൻ എത്ര 5-ലെറ്റാ പഠിക്കുന്നത്. ഓൻ ഉണ്ടാക്കി വെച്ചതാണ്. ഇതും കൊണ്ട് വെറുതെ ഞാൻ പോയി ചൂണ്ടിട്ടതായിരുന്നു. ഇത് ആദ്യത്തേൽ ഒരേ ദിവസം ഉണ്ട്, 2 എന്തിനും കിട്ടി. ആടെന്നാണ് ഞാൻ പിടിച്ച്. ഒരേ ദിവസം തന്നെ ആ 2 എന്തിനും കിട്ടി. എന്ത് പറയാനാ. പിന്നെ കിണറ്റിൽ കുറേ ബ്രാലൊക്കെ ഉണ്ട്, അത് കാണുന്നില്ല. എന്നത്തെ വീട് ഇത്രയേ ഉള്ളൂ. ഞാൻ ഏകദേശം വൈൻഡപ്പ് ചെയ്യുന്നു. നമ്മളെ ബ്ലെക്സിനോട് ബൈ പറഞ്ഞത്. കൊക്കു എന്തായാലും ബൈ. ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ. ഞാൻ ഇനിയും കുറേ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ബൈ.